ഹായ്! എല്ലാവർക്കും നമസ്കാരം. നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചതിൽ നിന്നും നമ്മുടെ നിങ്ങളുടെ പ്രൊഡക്റ്റ് നല്ലതാണെങ്കിലും ആളുകൾ വാങ്ങാത്തത് എന്തുകൊണ്ട്? എന്നൊരു ക്വസ്റ്റ്യനാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കാരണം പല അമ്മമാരും എന്നോട് ഒരേ ചോദ്യം ചോദിക്കാറുണ്ട്. എന്റെ പ്രൊഡക്റ്റ് കഴിച്ചവർ എല്ലാവരും നല്ലതാണെന്ന് പറയുന്നത്. പക്ഷേ ഓർഡർ അധികം വരുന്നില്ല. ചിലർ പറയും റെസിപ്പി നല്ലതാണ്, പാക്കേജിംഗ് നല്ലതാണ്, ഫോട്ടോ നന്നായിട്ടുണ്ട്. എന്നിട്ടും സെയിൽസ് ഇല്ല. കാരണം എന്ത്? ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ? നിങ്ങൾക്ക് ലോകത്തിലെ ഏറ്റവും രുചിയുള്ള കേക്ക് ഉണ്ടാക്കാൻ അറിയാമെന്ന് കരുതൂ. പക്ഷേ അതറിയുന്നത് നിങ്ങൾക്ക് മാത്രമാണെന്ന് ആരും കണ്ടിട്ടില്ല. ആരും കഴിച്ചിട്ടുമില്ല. ആരും നിങ്ങളെക്കുറിച്ച് കേട്ടിട്ടില്ല. അപ്പോൾ ആളുകൾ എങ്ങനെ നിങ്ങളിൽ നിന്ന് വാങ്ങും? ഇവിടെയാണ് നമ്മളെല്ലാവരും ചെയ്യുന്ന ആദ്യത്തെ തെറ്റ്. നമ്മൾ കരുതുന്നത് നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാൽ ആളുകൾ സ്വയം വരും. പക്ഷേ യഥാർത്ഥ ലോകം അങ്ങനെയല്ല. ഒരു പ്രൊഡക്റ്റ് നല്ലതായിരിക്കണം. അതോടൊപ്പം ആളുകൾക്ക് അതിന് മനസ്സിലാകുകയും ചെയ്യണം. ഇനി ഒരു ചെറിയ കഥ പറയട്ടെ? അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഒരേ നാട്ടിൽ 2 പേര് ബ്രൗണി ഉണ്ടാക്കുന്നു. 2 പേരുടെയും റെസിപ്പി ഏകദേശം ഒരുപോലെയാണ്. ഒരേ ക്വാളിറ്റി ഇൻഗ്രീഡിയൻസ്, ഒരേ ഓവൻ, ഒരേ രുചി. പക്ഷേ ഒരാളുടെ അടുത്ത് ദിവസവും ഓർഡർ വരുന്നു. മറ്റൊരാളുടെ അടുത്ത് ആഴ്ചയിൽ 1 2 ഓർഡർ മാത്രം. ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണത്? രുചിയുടെ വ്യത്യാസമല്ല, വിശ്വാസത്തിന്റെ വ്യത്യാസമാണ്. ഓർഡർ കിട്ടുന്ന അമ്മ എന്ത് ചെയ്യുന്നു? രാവിലെ സ്റ്റാറ്റസ് ഇടും, ബ്രൗണി തയ്യാറാക്കുന്നതിന്റെ വീഡിയോ കാണിക്കും, ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്നത് കാണിക്കും, പാക്ക് ചെയ്യുന്ന വീഡിയോസ് ഇടും, ഡെലിവറി റെഡി ആയിട്ടുണ്ടെന്ന് കാണിക്കും, കസ്റ്റമറിന്റെ ഫോട്ടോ ഇടും, കസ്റ്റമറിന് കൊടുക്കുന്ന ഫോട്ടോ ഇടും, ഫീഡ്ബാക്ക് ഇടും. അടുത്ത ദിവസം വീണ്ടും ഇത് തന്നെ ചെയ്യും. അപ്പം ആളുകൾ എന്ത് വിചാരിക്കും? ഇവർക്ക് ദിവസവും ദിവസവും ഓരോ സ്റ്റാറ്റസ് വരുന്നുണ്ട്. അപ്പൊ ഇവർക്ക് ദിവസവും ഓർഡർ ഉണ്ട്. അപ്പൊ ഇവരുടെ ബ്രൗണിക്ക് അത്രമാത്രം ടേസ്റ്റ് ആണ്, അത്രമാത്രം ഡിമാൻഡാണ്. അപ്പൊ എങ്കി ഒന്ന് വാങ്ങിച്ചു നോക്കാമെന്ന് സ്റ്റാറ്റസ് കാണുന്ന എല്ലാവരും ചിന്തിക്കും. അതുപോലെ തന്നെ ചോക്ലേറ്റ് ഒക്കെ മെൽറ്റ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പം എല്ലാവർക്കും വായിലൂടെ ഒരു കപ്പലോടും. അതാണ് അതിന്റെ കാരണം. പക്ഷെ മറ്റേയാൾ എന്താ ചെയ്യുന്നേ? ഒരു ഫോട്ടോ ബ്രൗണി അവൈലബിൾ അത്രമാത്രം ഇടും. അത് എല്ലാ ദിവസവും റിപ്പീറ്റ് ആയിട്ട് ഇട്ടു എന്ന് വിചാരിക്കുക. നിങ്ങൾ കസ്റ്റമർ ആണെങ്കിൽ ആരുടെ അടുത്ത് നിന്ന് വാങ്ങും? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. മിക്കവരും ആദ്യത്തെ ആളുടെ അടുത്ത് നിന്നായിരിക്കും വാങ്ങുക, അല്ലേ? എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ തന്നെ പറ. അവരെ നമുക്കറിയാം. അവരുടെ ജോലി നമുക്ക് കാണാം. അവരിൽ വിശ്വാസം തോന്നുന്ന സ്റ്റാറ്റസുകളാണ് ദിവസവും നമ്മൾ കാണുന്നത്. ഇതാണ് ഇന്നത്തെ വീഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലെസൺ. ആളുകൾ ആദ്യം പ്രൊഡക്റ്റ് വാങ്ങുന്നില്ല. ആദ്യം വിശ്വാസം വാങ്ങുന്നു. വിശ്വാസം വന്നാൽ പ്രൊഡക്റ്റ് സ്വയം വിറ്റുപോകും. ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ? നിങ്ങൾ അവസാനമായി ഓൺലൈനായി എന്തെങ്കിലും വാങ്ങിയപ്പോൾ എന്തൊക്കെയാണ് നോക്കിയത്? പ്രൈസ് മാത്രമാണോ നോക്കിയത്? അല്ല. ഫോട്ടോ നോക്കി, അതിന്റെ റിവ്യൂസ് നോക്കി, ആരെങ്കിലുമൊക്കെ വാങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കി, ഡെലിവറി എങ്ങനെയാണെന്ന് നോക്കി, എന്നാണ് ഡെലിവറി കിട്ടുന്നതെന്ന് നോക്കും, സെല്ലറിനെ നോക്കി. അല്ലേ? ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പം നമുക്ക് വരുന്ന കസ്റ്റമറും ഇതൊക്കെ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമല്ലേ? അപ്പോൾ നിങ്ങളുടെ കസ്റ്റമറിനും ഇതേ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അത് മാത്രം നമ്മൾ ചെയ്താൽ മതി. നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മതി. അവർ നിങ്ങളെ പരിശോധിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കാവുന്ന ആളാണോ എന്ന് നോക്കണം. പക്ഷേ പലരും ഒരു തെറ്റ് ചെയ്യുന്നുണ്ട്. അവർ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പഠിക്കുന്നു. പക്ഷേ വിശ്വാസം ഉണ്ടാക്കാൻ പഠിക്കുന്നില്ല. ബിസിനസ്സിൽ ഏറ്റവും വിലപിടിപ്പുള്ള അസറ്റ് എന്താണെന്ന് അറിയാമോ? മണിയാണോ? അതോ മെഷീനാണോ? ഇനി അതും രണ്ടും അല്ലെങ്കിൽ റെസിപ്പിയാണോ? ഇതൊന്നുമല്ല. ഞാൻ പറഞ്ഞാൽ കസ്റ്റമർ ട്രസ്റ്റ് ആണ്. കസ്റ്റമറിന്റെ വിശ്വാസം. ഒരു കസ്റ്റമർ നിങ്ങളെ വിശ്വസിച്ചാൽ അവൻ വീണ്ടും വീണ്ടും വരും. അവൻ മറ്റുള്ളവരെയും കൊണ്ടുവരും. അവൻ നിങ്ങളുടെ അഡ്വർടൈസ്മെന്റ് ആയി മാറും. ഇനി ഒരു യഥാർത്ഥ സംഭവം പറയാം. എനിക്ക് പരിചയമുള്ള ഒരു ഹോം ബേക്കർ ഉണ്ടായിരുന്നു. അവരുടെ കേക്ക് വളരെ നല്ലതായിരുന്നു. പക്ഷേ ഓർഡർ വളരെ കുറവായിരുന്നു. ഒരു ദിവസം ഞാൻ തന്നെ ചോദിച്ചു, ഒരു കസ്റ്റമർ കേക്ക് വാങ്ങിയ ശേഷം നീ എന്താണ് ചെയ്യുന്നത്? അപ്പം പുള്ളിക്കാരി എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ? കേക്ക് കൊടുക്കും, പേയ്മെന്റ് വാങ്ങും. അവിടെ തീർന്നു. അതാണ് പ്രശ്നം. അടുത്ത കസ്റ്റമറിനെ കണ്ടെത്താൻ അവൾ വീണ്ടും സീറോയിൽ നിന്ന് തന്നെ തുടങ്ങണം. പക്ഷെ ഞാൻ ഒരു ചെറിയ മാറ്റം പറഞ്ഞു കൊടുത്തു.
കേക്ക് ഡെലിവറി കഴിഞ്ഞ് അടുത്ത ദിവസം ഒരു മെസ്സേജ് അയക്കാൻ പറഞ്ഞു. ഇന്നലത്തെ കേക്ക് എല്ലാവർക്കും ഇഷ്ടമായോ എന്ന് ചോദിക്കുക. നിങ്ങളുടെ അഭിപ്രായം അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ ചൊറിയുമ്പം അവരെന്തായാലും ഒരു റിപ്ലൈ തരാതിരിക്കുമോ? 3 ദിവസത്തിന് ശേഷം ബർത്ത്ഡേയുടെ ഫോട്ടോ അവരോട് ചോദിക്കുക. ഒരാഴ്ച കഴിഞ്ഞ് റിവ്യൂ ചോദിക്കാൻ പറയുക. 1 മാസം കഴിഞ്ഞ് വീണ്ടും ഒരു ഫോളോ അപ്പ് മെസ്സേജ്. 6 മാസം കഴിഞ്ഞപ്പോൾ അവളുടെ റിപ്പീറ്റ് കസ്റ്റമേഴ്സ് 3 ഇരട്ടിയായി. കാരണം അവൾ കേക്ക് മാത്രം കൊടുത്തില്ല, ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കി. ഇനി നിങ്ങളും ചിന്തിച്ചു നോക്കുക. ഇതൊരു അനുഭവ കഥയാണ്. എൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരാൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്തൊരു ടിപ്പാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളും ഒന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ പഴയ കസ്റ്റമർമാരിൽ എത്ര പേരോട് കഴിഞ്ഞ 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട്? ഒരു 10 പേരോട്? അല്ലെങ്കിൽ ഒരു 5 പേരോട്? പക്ഷേ പലർക്കും ഉത്തരം കിട്ടത്തില്ല. ഇല്ല എന്നായിരിക്കും നിങ്ങളുടെ ഉത്തരം. അപ്പോൾ പുതിയ കസ്റ്റമർ എപ്പോഴും തേടിക്കൊണ്ടിരുന്നാൽ ബിസിനസ് വളരാൻ സമയമെടുക്കും. പക്ഷേ പഴയ കസ്റ്റമറിനെ വീണ്ടും തിരികെ കൊണ്ടുവരാൻ പഠിച്ചാൽ ബിസിനസ് സ്ഥിരതയോടെ വളരും. ഓർക്കുക, ഒരു പുതിയ കസ്റ്റമറിനെ നേടാൻ എടുക്കുന്ന പരിശ്രമത്തിന്റെ പകുതി മതി പഴയ കസ്റ്റമറിനെ നിലനിർത്താൻ, പഴയ കസ്റ്റമറിന്റെ വീണ്ടും വീണ്ടും ഓർഡർ കിട്ടാൻ. അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങളുടെ ഫോൺ കോൺടാക്ട് തുറക്കുക. കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ പ്രൊഡക്റ്റ് വാങ്ങിയ എല്ലാ കസ്റ്റമർമാരുടെയും പേരുകൾ എഴുതി വെക്കുക. അവർക്കെല്ലാം ഒരു മെസ്സേജ് അയക്കുക. മെസ്സേജിന്റെ കണ്ടന്റ് ഇത്ര മാത്രം മതി. സുഖമാണോ? കഴിഞ്ഞ തവണ ഞങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങിയതിന് വളരെ നന്ദി. നിങ്ങളുടെ അഭിപ്രായം അറിയാൻ സന്തോഷമുണ്ട്. ഇത്ര മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. അവർ അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് പുറകോട്ട് ചിന്തിക്കും. വിൽക്കാൻ ശ്രമിക്കണ്ട, സംസാരിക്കാൻ തുടങ്ങുക. കാരണം കോൺവെർസേഷൻ ഉണ്ടാകുമ്പോഴാണ് കോൺഫിഡൻസ് ഉണ്ടാകുന്നത്. കോൺഫിഡൻസ് ഉണ്ടാകുമ്പോഴാണ് കസ്റ്റമർ വീണ്ടും നിങ്ങളെ ഓർക്കുന്നത്. ഇനി ഒരു കാര്യം മനസ്സിലാക്കണം. പല അമ്മമാരും എന്നോട് പറയാറുള്ള ഒരു കാര്യമാണ്. എൻ്റെ പ്രൊഡക്റ്റ് എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷേ ഓർഡർ വരുന്നത് വളരെ കുറവാണ്. ഞാൻ അവരോട് ഒരു ചോദ്യം മാത്രമേ ചോദിക്കാറുള്ളൂ. നിങ്ങളുടെ പ്രൊഡക്റ്റ് ആളുകൾ എത്ര തവണ കാണുന്നുണ്ട്? അപ്പോൾ പലരുടെയും മറുപടി ഒന്നാണ്. ഒരു ദിവസം ഒരു സ്റ്റാറ്റസ് ഇടും, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു പോസ്റ്റ് ഇടും. അപ്പോൾ ഞാൻ പറയുന്ന മറുപടി എന്താണെന്ന് അറിയാമോ? ഒരു കസ്റ്റമർ ആദ്യമായി നിങ്ങളെ കണ്ട ഉടനെ വാങ്ങത്തില്ല. ഒരു മനുഷ്യൻ നിങ്ങളെ വിശ്വസിക്കാൻ സമയമെടുക്കും. ശരിയല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ കാര്യം വന്നാൽ നമ്മൾ ഒരാൾ ഓടി വന്ന് ഒരു സാധനം വിൽക്കാനായിട്ട് ഓടി വന്നു കഴിഞ്ഞാൽ നമ്മളത് വാങ്ങിക്കുമോ? നമ്മൾ അതിനെക്കുറിച്ച് ചോദിക്കും. അതെന്താ, അതിനകത്ത് വിശ്വാസം നമുക്ക് തോന്നിയാൽ മാത്രമേ നമ്മളത് വാങ്ങിക്കുള്ളൂ, അല്ലേ? അത് തന്നെയാണ് നമ്മുടെ കസ്റ്റമർ അനുവർത്തിക്കുന്നത്. മാർക്കറ്റിംഗിൽ ഒരു പഴയ പ്രിൻസിപ്പിൾ ഉണ്ട്. ഒരാളിന് ഒരു ബ്രാൻഡ് പലതവണ കാണുമ്പോഴാണ് അത് മനസ്സിൽ പതിയുന്നത്. അതുകൊണ്ടാണ് വലിയ കമ്പനികൾ ദിവസവും അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നത്. അവർക്ക് പ്രൊഡക്റ്റ് മോശമായതുകൊണ്ടല്ല, ആളുകൾ മറക്കാതിരിക്കാൻ. നമ്മളും അത് തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ ചെയ്യുന്നതിനൊരു വ്യത്യാസമുണ്ട്. നമ്മൾ അഡ്വർടൈസ്മെന്റ് ചെയ്യേണ്ട, നമ്മുടെ ജേർണി കാണിച്ചാൽ മാത്രം മതി. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, രാവിലെ കിച്ചൺ വൃത്തിയാക്കുന്നത് നമുക്ക് ഒരു വീഡിയോ ആയിട്ട് ഇടാം, അല്ലെങ്കിൽ ഒരു പോസ്റ്ററായിട്ട് ഒരു ക്ലിപ്പായിട്ട് ഇടാം. ഇനി നമ്മൾ കടയിൽ പോയി ഇൻഗ്രീഡിയൻസ് വാങ്ങുന്നത് കാണിക്കാം, കേക്ക് മിക്സ് ചെയ്യുന്നത് കാണിക്കാം, കുക്കീസ് ഓവനിലേക്ക് നമ്മൾ വെക്കുന്നത് കാണാം. അതൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് ആൾക്കാർക്ക്. പാക്ക് ചെയ്യുന്നത് കാണിക്കാം, ഡെലിവറി റെഡിയാക്കുന്നത് കാണിക്കാം, കസ്റ്റമർ റിവ്യൂ നമുക്ക് കിട്ടുന്നത് കാണിക്കാം. ഒരു ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസം വീണ്ടും ഇങ്ങനെ തുടർച്ചയായി കാണുമ്പോൾ ആളുകൾക്ക് ഒരു തോന്നൽ വരും, ഇവൾ എല്ലാ ദിവസവും ജോലി ചെയ്യുന്ന ആളാണ്. അവിടെയാണ് വിശ്വാസം വളരാൻ തുടങ്ങുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം. നിങ്ങൾ ഒരിക്കലും ക്യാമറയിൽ പെർഫെക്റ്റ് ആകാൻ ശ്രമിക്കണ്ട, നാച്ചുറൽ ആകാൻ ശ്രമിക്കുക. കാരണം ആളുകൾ പെർഫെക്റ്റ് ആളുകളെ സ്നേഹിക്കില്ല, റിയൽ ആളുകളെയാണ് സ്നേഹിക്കുന്നത്. നിങ്ങൾക്ക് വാക്കുകൾ തെറ്റിയാലും പ്രശ്നമില്ല, ചെറിയ ചിരി വന്നാലും പ്രശ്നമില്ല, ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായാലും പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾ യഥാർത്ഥ ആളാണെന്ന് അവർക്ക് തോന്നണം. അതാണ് പേഴ്സണൽ ബ്രാൻഡ്. ഇനി നമുക്കൊരു ചെറിയ എക്സസൈസ് ചെയ്താലോ? ഇന്ന് വീട്ടിൽ നിന്ന് 5 വീഡിയോ ഷൂട്ട്സ് ചെയ്യുക. ചെറിയ ചെറിയ വീഡിയോസ്. ഒന്നാമത്തേത് എന്താണെന്നറിയോ? നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിന്റെ ഇൻഗ്രീഡിയൻസ്. രണ്ടാമത്തേത് നമ്മളത് മേക്ക് ചെയ്യുന്നത്, കുഴയ്ക്കുന്നത്, അല്ലെങ്കിൽ അത് ഇപ്പം ബ്രൗണിയൊക്കെ ആണെങ്കിൽ നമ്മളത് മിക്സ് ചെയ്യുന്നതിന്റെ ഒരു വീഡിയോ എടുക്കുക. മൂന്നാമതായിട്ട് നമ്മളത്
അത് വെന്ത് വന്ന് കഴിയുമ്പോൾ നമ്മൾ പാക്ക് ചെയ്യുന്നതിന്റെ വീഡിയോ എടുക്കുക. ഇനി 4ാമത് നമ്മള് നമ്മുടെ പ്രൊഡക്റ്റ് റെഡി ആയിട്ടിരിക്കുന്നത്, നമുക്ക് കസ്റ്റമറിന് കൊടുക്കാൻ റെഡി ആയിട്ടിരിക്കുന്നത് എടുക്കുക. അതിന്റെ മുകളിൽ താങ്ക് യു കാർഡൊക്കെ ഒട്ടിച്ച് അങ്ങനെ വെച്ചിരിക്കുന്നത് കാണുക. 5ാമതായത് നിങ്ങളുടെ മുഖം ക്യാമറയിലേക്ക് നോക്കി പറയുന്ന ഒരു മെസ്സേജ് കൂടെ വരും. ഇന്നത്തെ എല്ലാ ഓർഡറുകളും തയ്യാറായി കഴിഞ്ഞു. റെഡി ടു സെയിൽ എന്ന് ഒരു ഒരു അടിക്കുറിപ്പ്, അല്ലെങ്കിൽ നമ്മളൊരു നമ്മുടെ ഒരു മുഖത്തില് നമ്മുടെ ഒരു ഫേസിലുള്ള ഒരു എക്സ്പ്രഷൻ. ഇത്ര മാത്രം മതി നമ്മളെ ശരിക്കും ആളുകൾക്ക് വിശ്വാസം ഉണ്ടാക്കാൻ. ഈ 5 വീഡിയോസ് ഒരാഴ്ച തുടർച്ചയായി ചെയ്താല് നിങ്ങളുടെ ബ്രാൻഡിൽ വലിയ മാറ്റം കാണാൻ തുടങ്ങും. കാരണം ആളുകൾ പ്രൊഡക്റ്റ് വാങ്ങുന്നതിന് മുമ്പ് ആ പ്രൊഡക്റ്റിന്റെ പിന്നിലുള്ള ആളെ അറിയാൻ ആഗ്രഹിക്കുന്നു. അതാണ് ഇന്നത്തെ ഡിജിറ്റൽ ലോകത്തിന്റെ ഏറ്റവും വലിയ സത്യം. ഇനി ഞാൻ നിങ്ങളോടൊരു ചോദ്യം തന്നെ ചോദിക്കാം. നിങ്ങളുടെ കസ്റ്റമർ എന്താണ് വാങ്ങുന്നത്? കേക്കാണോ? കുക്കീസാണോ? ബ്രൗണിയാണോ? അവർ വാങ്ങുന്നത് ഒരു ഫീലിംഗ് ആണ്. ഒരു ഉദാഹരണത്തിലൂടെ നമുക്കത് മനസ്സിലാക്കി തരാം. ഒരാള് തന്റെ മകന്റെ ബർത്ത്ഡേക്കായി കേക്ക് ഓർഡർ ചെയ്യുന്നു. അവൾക്ക് കേക്ക് മാത്രം പോരാ, ബർത്ത്ഡേയുടെ സന്തോഷം മനോഹരമാകണം. അതുകൊണ്ടാണ് അവൾ നിങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കേക്ക് വിൽക്കുകയല്ല, ഒരു ഓർമ്മയാണ് സൃഷ്ടിക്കുന്നത്. ഇത് മനസ്സിലായാൽ ബിസിനസ് ചെയ്യുന്നതിന്റെ രീതിയും മാറും. ഇനി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞാല്, പലരും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുമ്പോൾ ഇങ്ങനെ എഴുതാറുണ്ട്: ചോക്ലേറ്റ് കേക്ക് അവൈലബിൾ, ബ്രൗണീസ് അവൈലബിൾ, കുക്കീസ് അവൈലബിൾ, അത്രമാത്രം. പക്ഷേ കസ്റ്റമറിന്റെ മനസ്സിൽ ഒരു വികാരവും ഉണ്ടാകാനിടയില്ല. അതിന് പകരം ഇങ്ങനെ എഴുതുക: ഇന്നൊരു കുഞ്ഞിന്റെ ബർത്ത്ഡേക്കായി ഈ കേക്ക് തയ്യാറാക്കി. അവന്റെ മുഖത്തെ സന്തോഷം കാണാൻ കാത്തിരിക്കുകയാണ് ഞാൻ. ഇപ്പോൾ ഈ പോസ്റ്റ് വായിക്കുന്ന ഒരാൾ എന്ത് ചിന്തിക്കും? ഇത് കേക്കല്ല, ഇത് സ്നേഹത്തോടെ ഒരമ്മ ചെയ്യുന്ന വർക്കാണ്, അല്ലെങ്കിൽ ഒരു കേക്കാണ്. ഇതാണ് സ്റ്റോറി സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ. നിങ്ങളുടെ ഫോൺ ഗാലറി തുറക്കുക. എത്ര പ്രൊഡക്റ്റ് ഫോട്ടോസ് ഉണ്ട് അവിടെ? 100 എണ്ണം, 200 എണ്ണം, 300 എണ്ണം? ശരി. പക്ഷേ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ എത്രയുണ്ട്? കിച്ചണിൽ ജോലി ചെയ്യുന്ന ഫോട്ടോ, പാക്കിംഗ് ചെയ്യുന്ന ഫോട്ടോ, കസ്റ്റമറിനോട് സംസാരിക്കുന്ന ഫോട്ടോ വളരെ വളരെ കുറവായിരിക്കും അത്. ഇതാണ് മാറ്റേണ്ടത്. നമ്മൾ ചെയ്യുന്ന പ്രൊഡക്റ്റിന്റെ ഫോട്ടോ എപ്പോഴും നമുക്ക് എടുക്കാൻ ആവശ്യമാണ്. പക്ഷെ നമ്മളാണ് അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളത് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ ഒരു അവസരം കൊടുക്കണം. ഇനി മുതൽ ഓരോ ദിവസവും കുറഞ്ഞ ഒരു ഫോട്ടോയെങ്കിലും നിങ്ങളുടേതായിരിക്കണം. കാരണം പീപ്പിൾ കണക്ട് വിത്ത് പീപ്പിൾ. ഹാർട്ട് ടു ഹാർട്ട് അറ്റാച്ച്മെന്റ്. പ്രൊഡക്ട്സ് അല്ല, ഇനി ഒരു ചെറിയ റോൾ പ്ലേ നോക്കാം. ഒരാൾ നമ്മളോടൊന്ന് പറയാണ്: ചേച്ചി ആദ്യമായാണ് വാങ്ങുന്നത്, കുറച്ച് പേടിയുണ്ട്. നിങ്ങൾ അതൊന്നും പ്രശ്നമാക്കേണ്ട. ആദ്യമായി വാങ്ങുന്ന പലരും ഇത് തന്നെയാണ് പറയാറുള്ളത് എന്ന് നമ്മൾ അവരെ ആശ്വസിപ്പിച്ചു വിടുന്നു. അതിനുശേഷം ഞാൻ പറയുകയാണ്: ഞാനൊരു കാര്യം കൂടെ അയച്ചു തരാം. അതിനുശേഷം കസ്റ്റമർ റിവ്യൂസ് നമ്മൾ അയച്ചു കൊടുക്കുന്നു. നമ്മൾ ഇതിനു മുമ്പ് വാങ്ങിച്ചിട്ടുള്ള കസ്റ്റമേഴ്സിന്റെ റിവ്യൂസ് അയക്കുക. അതിന്റെ കൂടെ നമ്മൾ ഇത് പാക്ക് ചെയ്തേക്കുന്നതിന്റെ, നമ്മുടെ സാധനങ്ങൾ പ്രൊഡക്റ്റ് എന്താണോ അത് പാക്ക് ചെയ്തതിന്റെ ഫോട്ടോ കൂടെ അയക്കുക. പിന്നെ നമ്മൾ കിച്ചണിൽ അത് മേക്ക് ചെയ്യുന്നതിന്റെ ഫോട്ടോയോ അയച്ചു കൊടുക്കുക. അപ്പൊ ആദ്യമായി വരുന്ന കസ്റ്റമർ ആണെങ്കിലും അവർക്കൊരു വിശ്വാസം തോന്നും. ഇത് ഡെയിലി ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണല്ലോ ഇവർക്ക് ഈ ഫോട്ടോസ് എല്ലാം വന്നത്. അപ്പൊ അങ്ങനെ ആ കസ്റ്റമറിന്റെ പേടി മാറാൻ തുടങ്ങും. നിങ്ങൾ വാക്കുകൾ മാത്രം പറഞ്ഞില്ല, തെളിവ് കാണിച്ചു. ബിസിനസ്സിൽ തെളിവ് വാക്കുകളേക്കാൾ ശക്തമാണ്. ഇനി ഒരു വലിയ തെറ്റെന്താണെന്ന് അറിയണ്ടേ? ചിലർ റിവ്യൂസ് വാങ്ങി പോസ്റ്റ് ചെയ്യും, പിന്നെ 6 മാസം ഒന്നും പോസ്റ്റ് ചെയ്യില്ല. റിവ്യൂസ് ദിവസവും വേണമെന്നില്ല, പക്ഷെ സ്ഥിരമായി വേണം. ആഴ്ചയിൽ 1 അല്ലെങ്കിൽ 2 ആഴ്ചയിൽ 1, അത്ര മതി. കൺസിസ്റ്റൻസി ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷൻ ടാസ്ക് എന്താണെന്ന് അറിയണോ? ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടേ കിടക്കാവൂ. ഒരു പുതിയ വാട്സപ്പ് സ്റ്റാറ്റസ് ഇടുക, നിങ്ങൾ ചെയ്യുന്ന പ്രൊഡക്റ്റിന്റെ ഒരു മേക്കിംഗ് ഫോട്ടോ ഇടുക, ഒരു പാക്കിംഗ് വീഡിയോ എടുക്കുക, ഒരു കസ്റ്റമർ റിവ്യൂ എടുക്കുക, നിങ്ങളുടെ സ്വന്തം ഒരു ചെറിയ വീഡിയോ എടുക്കുക. ഇത്രയും നിങ്ങൾ സെറ്റാക്കി വെക്കണം. ഇന്ന് തന്നെ അത് ചെയ്യണം. നാളത്തേക്ക് മാറ്റിയാൽ അത് നടക്കില്ല. അതുകൊണ്ടാണ്. ഇതൊരു മാസം തുടർച്ചയായി ചെയ്താൽ ആളുകൾ നിങ്ങളെ മറക്കില്ല. അവർ ഓർഡർ ചെയ്യാൻ തയ്യാറാകുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് നിങ്ങളായിരിക്കും. അതാണല്ലോ ഒരു ബ്രാൻഡ്.
ഇനി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം കൂടെ ചോദിക്കാം. നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും നല്ല പാചകം ആരാണ് ചെയ്യുന്നത്? മിക്കവാറും ആൾക്കാര് പറയുന്നത് എന്റെ അമ്മ. എന്തുകൊണ്ട്? ലോകത്തിലെ ഏറ്റവും വലിയ ചെഫ് ആയതുകൊണ്ടാണോ? അല്ല, വിശ്വാസം ഉള്ളതുകൊണ്ട്. ആ വിശ്വാസം ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ല. വർഷങ്ങൾ എടുത്തതാണ്. കാരണം ഞാൻ ഉണ്ടായ അന്ന് മുതൽ തന്നെ എന്റെ അമ്മയാണ് എനിക്ക് കുഞ്ഞുനാളിലെ മുലയൂട്ടിയത് മുതല് ചെറിയ ചെറിയ ഭക്ഷണങ്ങൾ കുറുക്കൊക്കെ ഉണ്ടാക്കി തന്നതെല്ലാം അതെല്ലാം എന്റെ അമ്മയുടെ ടേസ്റ്റുകൾ ആ അമ്മ ഉണ്ടാക്കി തന്ന രുചി എന്റെ നാവിൽ നിന്നുണ്ട്. അപ്പൊ ഞാൻ എന്താ പറയാ? എന്റെ അമ്മയാണ് ഏറ്റവും നല്ല കുക്ക്. ബിസിനസ്സിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നിങ്ങൾ ഒരു ദിവസം പോസ്റ്റ് ഇട്ടിട്ട്, ഒരു ദിവസം വീഡിയോ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റസ് ഇട്ടിട്ട് ഓർഡർ വരുന്നില്ല എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. അത് സ്വാഭാവികമാണ്. കാരണം ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ സമയം വേണം. ഓർക്കുക, ആദ്യ ദിവസം ആളുകൾ നിങ്ങളെ കാണും. രണ്ടാം ദിവസം നിങ്ങളെ ശ്രദ്ധിക്കും. മൂന്നാമത്തെ ദിവസം നിങ്ങളെ ഓർക്കും. നാലാമത്തെ ദിവസം നിങ്ങളുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്യും. അഞ്ചാം ദിവസം സ്റ്റാറ്റസ് കാണാം. ആറാം ദിവസം റിവ്യൂ വായിക്കും. ഏഴാം ദിവസം ഫോളോ ചെയ്യും. എട്ടാം ദിവസം മെസ്സേജ് അയക്കും. ഒൻപതാം ദിവസം നിങ്ങൾ പ്രൈസ് ചോദിക്കും അവർ നിങ്ങളോട്. പത്താം ദിവസം അവർ തന്നെ നിങ്ങൾക്ക് ഓർഡർ തരും. എല്ലാവരും ഇങ്ങനെയല്ല. പക്ഷേ ഭൂരിഭാഗം ആളുകളും ഈ യാത്രയിലൂടെയാണ് പോകുന്നത്. കൃത്യമായി 1, 2, 3 എന്നുള്ള ദിവസങ്ങളല്ല. പക്ഷെ അവർ പയ്യെ പയ്യെ നിങ്ങളെ പഠിക്കുമെന്നാ പഠിച്ചു പഠിച്ചു വരും എന്നാണ് ഞാൻ അതിൽ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഇനി നിങ്ങളെ ഇഗ്നോർ ചെയ്യാൻ ആളുകൾ നാളെ നിങ്ങളുടെ കസ്റ്റമർ ആകാം. നിങ്ങളുടെ ജോലി നിർത്താതെ മുന്നോട്ട് പോവുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി ഒരു കാര്യം കൂടി പറയാം. ഒരിക്കലും മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യരുത്. അവൾക്ക് ദിവസവും ഓർഡർ ഉണ്ട്. അവൾക്ക് 10,000 ഫോളോവേഴ്സ് ഉണ്ട്. അവളുടെ വീഡിയോ വൈറലായി. ഇതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമല്ലെന്നേ. നിങ്ങൾ ഇന്നലെ ചെയ്തതിനേക്കാൾ ഇന്ന് മെച്ചപ്പെട്ടോ? അത് മാത്രം നമ്മളിലേക്ക് മാത്രം നോക്കുക. അതാണ് ചോദിക്കേണ്ട ചോദ്യം. നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം. ഒരു ചെറിയ ഇംപ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ടോ? ദിവസവും അല്ലെങ്കിൽ 365 ദിവസം. അതാണ് ബ്രാൻഡ്. ഇനി ഒരു അവസാനത്തെ കഥയും കൂടെ പറയാം. 2 വിത്തുകൾ ഉണ്ടായിരുന്നു. ഒന്ന് ദിവസവും വെള്ളം കിട്ടി, മറ്റൊന്ന് 2 ദിവസം വെള്ളം കിട്ടി. 3 ദിവസം അതിന് വെള്ളം കൊടുക്കുന്നേ ഇല്ല. വീണ്ടും ഒരു ദിവസം കിട്ടി. വീണ്ടും ഇല്ല. ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആദ്യത്തെ വിത്ത് വലിയ മരമായി. രണ്ടാമത്തേത് വളർന്നില്ല. മുരടിച്ച് മുരടിച്ച് പോയി. എന്തുകൊണ്ടാണ്? കൺസിസ്റ്റൻസി ഇല്ലാത്തതുകൊണ്ട്. കൃത്യമായി അതിനും വെള്ളം കിട്ടിയിരുന്നെങ്കിൽ അത് വളർന്ന് മരമായേനെയായിരുന്നോ? ബിസിനസ്സിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഒരു ദിവസം 10 പോസ്റ്റ് ഇട്ടിട്ട് 10 ദിവസം ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ ദിവസവും ഒരു നല്ല പോസ്റ്റ് മതിയാവും. ദിവസവും ഒരു സ്റ്റാറ്റസ് മതിയാവും. ദിവസവും ഒരു ചെറിയ വീഡിയോ മതിയാവും. ദിവസവും ഒരു കസ്റ്റമർ കോൺവെർസേഷൻ മതിയാവും. ഈ ചെറിയ കാര്യങ്ങളാണ് ഒരു വർഷം കഴിഞ്ഞ് വലിയ ബ്രാൻഡ് ആക്കുന്നത്. അതുകൊണ്ട് ഇന്ന് മുതൽ ഒരു തീരുമാനം എടുക്കുക. ഞാൻ എൻ്റെ പ്രൊഡക്റ്റ് മാത്രം വളർത്തില്ല, എൻ്റെ വിശ്വാസവും വളർത്തും. എൻ്റെ കസ്റ്റമറിനോട് സംസാരിക്കും, ഫീഡ്ബാക്ക് ചോദിക്കും, റിവ്യൂസ് ശേഖരിക്കും, ക്വാളിറ്റി നിലനിർത്തും. എന്നെ ആളുകൾ ഓർക്കുന്ന ഒരു ബ്രാൻഡാക്കി മാറ്റി ഞാൻ. അന്ന് സെയിൽസ് നിങ്ങളെ തേടി വരാൻ തുടങ്ങും. ഓർക്കുക, വിജയിക്കുന്ന ആളുകൾക്ക് രഹസ്യ റെസിപ്പികളില്ല, രഹസ്യ ഷോർട്ട് കട്ട് ഇല്ല. അവർക്കുള്ളത് ദിവസവും ചെയ്യുന്ന ചെറിയ ശരിയായ കാര്യങ്ങളാണ്. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഇന്ന് തന്നെ കുറഞ്ഞത് 3 കാര്യങ്ങളെങ്കിലും ചെയ്തു തുടങ്ങിക്കൊള്ളുക. നിങ്ങളുടെ ബിസിനസ്സിൽ വരുന്ന മാറ്റം നിങ്ങൾക്ക് തന്നെ നേരിട്ട് കാണാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെ ആവശ്യമുള്ള ധാരാളം അമ്മമാരെ നിങ്ങൾക്കറിയാമായിരിക്കും. അവർക്ക് വേണ്ടിയിട്ട് ഇത് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നിങ്ങളുടെ ഏറ്റവും വലിയ ചലഞ്ച് എന്താണെന്ന് കമന്റിൽ എഴുതുകയും ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഒരു കസ്റ്റമറിനെ ലൈഫ് ടൈം കസ്റ്റമർ ആക്കാനുള്ള 7 പവർഫുൾ സ്ട്രാറ്റജീസ് ആണ്. ആ വീഡിയോ നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾക്കത് കാണാൻ വേണ്ടി, നിങ്ങൾക്ക് അതിന്റെ ഇൻസ്ട്രക്ഷൻസ് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടെ അമർത്തുക. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഇൻസ്ട്രക്ഷൻസ് വരും. വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു.
നിങ്ങൾ